നമ്മളെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ കുറവുകളും ഞങ്ങളോടും പൊറുക്കണമേ. അപ്പൊ ആദ്യം നമ്മൾ പൊറുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദൈവം പൊറുക്കാൻ വേണ്ടി കാത്തു നിൽക്കും. അപ്പൊ ദൈവം പൊറുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക, ദൈവം ക്ഷമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക, അതല്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പൊറുക്കണം. ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. അതാണ് പ്രിൻസിപ്പിൾ. അതാണ് ട്രൂ സ്പിരിച്വാലിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. എന്താണ് ട്രൂ സ്പിരിച്വാലിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ? നിന്റെ പ്രതിയോഗിയോട് വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക. നിന്റെ പ്രതിയോഗിയോട് വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗം നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും എന്ന് പറഞ്ഞാൽ ഒരു കേസും കൊണ്ട് പോവുക, വ്യവഹാരം കൊണ്ട് പോവുക. കേസ് നടത്താൻ വേണ്ടി പോകുന്നവനോട് യേശു പറയും, ഇവിടെ നിൽക്കുക, നീ കേസ് നടത്താനൊക്കെ പോകുന്നത് ഇത് ഭയങ്കര തിടുക്കാണല്ലോ. നിന്റെ ഓപ്പോസിറ്റ് നിന്റെ സഹോദരനായിട്ടല്ല നീ കേസ് നടത്താൻ പോണേ. വഴി വെച്ച് പറഞ്ഞ് തീർക്കാമെങ്കിൽ തീർക്ക്. അവസാനം അവിടെ ചെന്ന് നിനക്കിട്ട് പണി കിട്ടും. ദിസ് ഈസ് ശുഭക്കോനോ, ഇതാണ് ശുഭക്കോനോ. അപ്പൊ അത് ആ ഒരു സിനാറിയോയിലേക്ക് പോകണ്ട. ഭരണഘടനാ ബെഞ്ചിൽ പോയി കേസൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞു തീർക്ക്. അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഇത് ബാധകം കേട്ടോ. നിങ്ങളിത് പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായി പോവും. അടുത്തത് കർത്താവ് പറയാണ്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിനക്ക് സഹോദരനോടല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഇടർച്ചയുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ വഴിപാട് കഴിക്കരുത്. ഇപ്പൊ രണ്ട് കാര്യം. ഒന്ന്, ആരാധനയ്ക്ക് പോകുമ്പോൾ, രണ്ട്, കേസിന് പോകുമ്പോൾ. ആരാധനയ്ക്ക് പോകുമ്പോൾ നീ സഹോദരനോട് നിരന്നിട്ട് വേണം ആരാധന കഴിക്കാൻ. കേസിന് പോകുമ്പോഴും അങ്ങനെ, ആദ്യം നിരന്നോണം, കേസിന് പോകണ്ട. മലങ്കര സഭയിൽ രണ്ട് കർമ്മേ ഉള്ളൂ. ഒന്ന് ആരാധന, മറ്റൊന്ന് കേസ്. രണ്ടിനെ പറ്റിയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഈ ശുഭക്കോനയായിട്ട് ബാധിക്കും. മനസ്സിലായോ? ആരാധനയ്ക്ക് പോകുമ്പോഴും ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, പ്രത്യേകിച്ച് തിയോളജിക്കൽ ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റേൺ തിയോളജിയൻസ് ഇപ്പോൾ ഉത്തരവില്ല. എന്തുകൊണ്ട് കായന്റെ ബലി സ്വീകരിച്ചു, ഹാബേലിന്റെ സ്വീകരിച്ചില്ല? പല ഉത്തരവാ. ഹാബേലിന്റെ അകത്ത് രക്തം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഉത്തരവിതാണ്. കായന് ഹാബേലിനോട് ഉള്ളിൽ നീരസവും പകയും വെറുപ്പും ഉണ്ടായിരുന്നു, ഹാബേലിന് അതില്ലായിരുന്നു. സോ ഹാബേലിന്റെ ബലി സ്വീകരിച്ചു. കാരണം ഇതാണ്, ബലിപീഠത്തിങ്കിലേക്ക് വരുമ്പോൾ സഹോദരന് വല്ല ഇടർച്ച ഉണ്ടോ എന്ന് നോക്കണം. ഹാബേലിനെ സംബന്ധിച്ച് അവന് നിഷ്കളങ്ക മനസ്സ്, നിർമ്മല ഹൃദയം, നേരുള്ള മനസാക്ഷി. അവനൊരു വെറുപ്പുമില്ല, പകയില്ല, പിണക്കോ ഇല്ല, നീരസോ ഇല്ല, വൈരാഗ്യം ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയാകും. അപ്പൊ ആബേലിന്റെ കുഞ്ഞാടിനെ പോലെയാണ് ഞങ്ങളുടെ കുർബാന എന്ന് മലങ്കരയിലെ കുഞ്ഞാടുകളെല്ലാം നിന്ന് പാടുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ സമാധാനം, ഐക്യം, അനുരഞ്ജനം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ കയോസ് ആയിട്ടിരിക്കുന്ന എല്ലാത്തിനോടും. ദൈവം മനുഷ്യനോട് അനുരഞ്ജനപ്പെടുവാൻ വേണ്ടി ഇറങ്ങി വന്നു. ദൈവത്തോട് പിണങ്ങിയത് മനുഷ്യനാണ്, ദൈവമല്ല. അപ്പൊ അനുരഞ്ജനമാണ്. അപ്പൊ നമ്മുടെ അനുരഞ്ജനം നമ്മുടെ സഹജീവികളുമായിട്ടും സഹോദരന്മാരുമായിട്ടും പ്രകൃതിയുമായിട്ടും. പ്രകൃതിയെ നിങ്ങൾ ദണ്ഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. നോമ്പിന്റെ ഭാഗമാണ്. ഈ പാറ പൊട്ടിക്കുക, അല്ലെങ്കിൽ നദീജലം മലിനമാക്കുക, വഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുക, ചപ്പുചവറുകൾ തള്ളുക, ഇതൊക്കെ പ്രകൃതിയോടുള്ള ദ്രോഹമാണ്. ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് നോമ്പിന്റെ ഭാഗമാണ്. അത് നോമ്പിലേക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫ് ലോങ് ആ ഒരു ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ആർജിക്കുവാനുള്ള ഒരു സീസണാണ്. അതുകൊണ്ട് നോമ്പിന്റെ കാലയളവിലെ പ്രസംഗങ്ങളെല്ലാം ആ വിധത്തിലുള്ളതായിരിക്കട്ടെ. എല്ലാവർക്കും അർത്ഥപൂർണമായ ഒരു നോമ്പ് കാലം ആശംസിക്കുന്നു.